പോണേ, ഞങ്ങൾ ഒപ്പം പോണേ. ഞങ്ങൾ രണ്ടുപേരും കൂടി കണക്ട് ചെയ്തിട്ടോ. കണക്ട് ചെയ്തിട്ടാണ് ഈ യാത്ര. എല്ലാവർക്കും എൻ്റെ ചാനലോട് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ജീൻപൂളിലാണ്. മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഞങ്ങളിവിടെ സിപ്പ് ലൈൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ കുറേ ആക്ടിവിറ്റി വേറെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ സിപ്പ് ലൈനിലേക്ക് പോകാട്ടോ. ഇവിടെയൊക്കെ കുറേ തൈകൾ കണ്ടോ? ഇതൊക്കെ ഫോറസ്റ്റിലേക്ക് പോകേണ്ട മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നട്ടിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം ഇത് നേരെ ഫോറസ്റ്റിലേക്ക് മാറ്റുന്നുണ്ടോ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇൻഡോർ മെഡിക്കൽ പ്ലാന്റ്സ് ആട്ടോ അതൊക്കെ. ഇതിൻ്റെ അകത്ത് മൊത്തം ഔഷധ ഗുണമുള്ള സസ്യങ്ങളാട്ടോ ഉള്ളത്. നമ്മളിനി അടുത്ത് പോണത് ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. കുറച്ച് മീനുകളും പിന്നെ അതുപോലെ പഴയ കുറച്ച് പാമ്പുകളൊക്കെ ബോട്ടിലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇതിനകത്താട്ടോ ഉള്ളത്. ഈ തമിഴ്നാട്ടിലെ ഏരിയകളിൽ ബിൽഡിങ്ങിനൊക്കെ നമ്മളെ ഒരു വെറൈറ്റി ടച്ച് ആട്ടോ ഉള്ളത്. കണ്ടോ? ഇതാട്ടോ അക്വേറിയം. കുറേ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മീനിൻ്റെ പേരുകളെ കുറിച്ച് എനിക്ക് വലിയ ധാരണകളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കൂ. എനിക്ക് മീനിനെ കുറിച്ച് വലിയ അറിവുകളില്ല. നമ്മളങ്ങനെ അക്വേറിയം കണ്ടു. അതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടെ മ്യൂസിയം ആട്ടോ. അപ്പോൾ ഈ മ്യൂസിയം കൂടി കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത് സിപ്പ് ലൈൻ. ഇതാട്ടോ മ്യൂസിയം. പിന്നെ ഈ മ്യൂസിയത്തില് നിഹാൽ ബ്രോ ഇവിടെ എന്തൊക്കെയുള്ളത്? ഇവിടെ നമുക്കുള്ളത് സ്നേക്സ് ഉണ്ട്, ഡെഡ് സ്നേക്സ് ആണ്, പിന്നെ ലെപ്പർഡ് സ്കിൻ ഉണ്ട്, പിന്നെ അനിമൽസ് ബൈസൺ കാര്യങ്ങള്, ഹെഡും സ്കിന്നും ബോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലേ. ഇത് കണ്ട, ഇത് എന്തിന്റെ ആയിരുന്നു? ഇത് ബൈസൺ. ബൈസൺ കാട്ടുപോത്ത്. കാട്ടുപോത്തിന്റെ തലയോട്ടി. ഇതൊക്കെ വൈപ്പേഴ്സും സ്നേക്സും ആണ്. പിന്നെ ഇത് കാട്ടാട് എന്ന് പറയും. കാട്ടാടിന്റെ കുട്ടിയാണിത്. കാട്ടാടിന്റെ കുട്ടിയാ? കാട്ടാട് മരിക്കും, ഉള്ളിൽ നിന്ന് എടുക്കണതാണ്. അങ്ങനെ അറിയാം, പ്രഗ്നൻസി ആണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കണതാണ്, പ്രിസർവ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഫ്രൂട്ട്സ്. അതെ, നമ്മൾ കാട്ടിന്റെ ഉള്ളിലുള്ള ചെടീസ് ആണ്, ഫ്രൂട്ട്സ് ആണ് അതൊക്കെ അല്ലേ. ഓരോരോ ഫ്രൂട്ട്സിന്റെ നെയിംസ് ആണ്. ഡിയർ അല്ലേ, മാന്റെ കൊമ്പ്. സിംഗിൾ പീസ് ആയിട്ട്. ഇത് നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. കാരണം വെച്ചാൽ ഇത് ചില്ലിൻ ഗ്ലാസ്സിലോ അല്ലെന്നോ വെച്ചിട്ടില്ല. ഇത് ഓപ്പൺ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അലമ്പാക്കരുത് ആരും. ഓക്കെ, അടുത്തത് ഫ്രൂട്ട്സ് ആണ്. ഇതും ഫ്രൂട്ട്സ് ആണ്. വലിയ ഫ്രൂട്ട്സ് ആയിട്ട് വരുമല്ലോ, മാംഗോസ് കാര്യങ്ങളൊക്കെ. അതാണല്ലേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ. ഇതും അതേപോലെ ഫ്രൂട്ട്സ് ആണല്ലേ. ഫ്രൂട്ട്സ് തന്നെയാണ്. ഇത് ആനയുടെ ബോൺസാ? അയ്യോ അങ്ങനത്തെ കാര്യങ്ങളെ ബോൺസ് ആണ്. ഓ, എലിഫന്റ് അല്ലേ? ഇതൊക്കെ എലിഫന്റ്സ്. ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളാ അല്ലേ? എലിഫന്റ് ബോൺസ്. ഇതും മാൻ്റെ അല്ലേ? ഇത് ബൈസന്റെ. ഓ സീൻ. ഇനി ഇവിടെ നമുക്ക് വേണ്ടി ഇതാ ഇതിന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക്. നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സിപ്പ് ലൈൻ എൻജോയ് ചെയ്യാനാട്ടോ. സിപ്പ് ലൈനിൽ യാത്ര പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള മൊത്തം കണ്ടു. അപ്പോൾ ഇനിയാണ് നമ്മൾ സിപ്പ് ലൈനിലേക്ക് പോകുന്നത്. 1 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. സിപ്പ് ലൈനിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഒരു ഫോം വന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, 2 ഫോം വന്നു. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഒരു സേഫ്റ്റിൻ്റെ ഭാഗമാണ്, ഇവർക്ക് വേണ്ടിയിട്ട്. നമുക്കല്ല എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നു. ഇനി ഞങ്ങൾ അകത്ത് കയറും. നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്തു. നമ്മളിനി നേരെ സിപ്പ് ലൈനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കുറച്ച് മേളിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കൂടെ നമ്മളെ സഹായിക്കാൻ ഒരു ലേഡി വന്നിട്ടുണ്ട്. അവിടെയാണ് സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഫോമൊക്കെ അതിലുണ്ട്. അപ്പോൾ നമ്മളിനി അതിൽ ഒന്ന് പറക്കാൻ പോവാം. ഫ്ലൈ. സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് ടവർ ഇത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളൊരു പോക്ക് പോകും. സീൻ. ഇവിടെ നിന്ന് നല്ല ലൈറ്റ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണത്.
അപ്പോൾ ഇവിടുന്ന് നമ്മളെ ഈ ഡ്രസ്സും ഈ സേഫ്റ്റി സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ലൈനിൽ അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് അവിടെ ഫസ്റ്റ് ഒരു എൻഡ് ഉണ്ട്, അവിടെ നമ്മൾ ഇറക്കുന്നു. പിന്നെ വേറൊരു ലൈനിൽ നമ്മളെ എൻഡിക്ക് വരുന്നു. അപ്പോൾ ഇതിങ്ങനെ 500, തിരിച്ചിങ്ങനെ 500, അങ്ങനെ ടോട്ടൽ 1 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ സേഫ്റ്റി സാധനങ്ങളൊക്കെ ബെൽറ്റൊക്കെ ധരിക്കാൻ പോകാം കേട്ടോ. ഇത് ധരിച്ചിട്ടാണ് നമ്മളിനി ഇറങ്ങണേ. കണ്ണപ്പോൾ പേടിയുണ്ടോ? ഇല്ലല്ലോ, സീൻ നമുക്കൊന്നും പേടിയില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട് കേട്ടോ. അവനങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഇനി എന്നെയും ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഇതിൻ്റെ മുകളിലൂടെ സീൻ വ്യൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈവനിങ് ആക്കി തോന്നുന്നു അടിപൊളി അല്ലേ കണ്ണപ്പേ അല്ലേ? കോടറങ്ങുമ്പോൾ വ്യൂ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അല്ലേ സേഫ്റ്റി ബെൽറ്റ് ആയ സംഭവങ്ങൾ കിട്ടും. ഇനി നമ്മൾ നേരെ ഈ കമ്പിയുമ്പോൾ കൊളുത്തുന്നു, നേരെ പോകുന്നു 1 കിലോമീറ്റർ. അങ്ങോട്ട് 500 മീറ്റർ, പിന്നെ തിരിച്ച് നമുക്ക് എൻഡ് ടവർക്ക് പോകാൻ ഒരു 500 മീറ്റർ. അങ്ങനെ ടോട്ടൽ നമ്മൾ 1 കിലോമീറ്റർ കേട്ടോ. എന്തായാലും അടിപൊളിയാന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കാറ്റുണ്ട്, ചെറുതായിട്ടൊരു പേടിയുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഓക്കെ അല്ലേ? നമ്മള് സിപ്പ് ലൈനിൽ തനിച്ചല്ല പോണേ, ഞങ്ങൾ ഒപ്പാ പോണേ. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി കണക്ട് ചെയ്തിട്ടോ. കണക്ട് ചെയ്തിട്ടാണ് ഈ യാത്ര. കണക്ഷൻ ഓക്കെ അങ്ങനെ ഇരുന്നിട്ട് കാല് പൊന്തിച്ചോ, കാല് സ്ട്രേറ്റ് ആയി ഇവിടെ തട്ടാൻ. ഓക്കെ അല്ലേ? റെഡിയില്ലേ? ഓക്കെ. பிடிச்சிக்கிட்டீங்களா? நேரம் இல்லைங்க. നമ്മളിവിടെ എത്തിയിട്ടോ. ഇനി നമ്മുടെ ഈ കൂരി അപ്പുറത്തേക്ക് കണക്ട് ചെയ്യും കുറച്ച്. ഓക്കെ, നമ്മളങ്ങനെ സിപ്പ് ലൈനൊക്കെ എൻജോയ് ചെയ്തിട്ടോ. ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റാണ് ഇവിടെ. അപ്പം എന്താ പറയുക, സിപ്പ് ലൈൻ എൻജോയ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും വരിക. നമ്മളെ നിലമ്പൂരിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അധികം ദൂരമില്ല. എന്തായാലും തമിഴ്നാടിൻ്റെ ബോർഡറിൻ്റെ അപ്പുറത്തേക്ക്, ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് പോകും വേണ്ട, അതിനിടയിലാണിത്. വന്നിട്ട് എൻജോയ് ചെയ്യുക. 300 ആണ് വരുന്നത്. 300 എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.